ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞാൻ എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു വമ്പൻ ഹൗസ് ബോട്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറയാം, എനിക്ക് ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയല്ല, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ ആലിൻകടവിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആലിൻകടവിൽ ശരിക്കും ഹൗസ് ബോട്ട്, ബാക്ക് വാട്ടർ ടൂറിസം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്തിനാ പറയുന്നത്, ഈ കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നതെന്ന് പണ്ടൊരു നാടൻ ചൊല്ലുണ്ട്. ഞാൻ അത് തന്നെയാ പറയുന്നത്. ഇന്നത്തെ ചില കാര്യങ്ങൾ ഞാൻ ഒരുപാട് പറയുന്നില്ല. പിന്നെ ഈ ആലിൻകടവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വള്ളിക്കാവ് എന്ന് പറഞ്ഞാൽ വള്ളിക്കാവ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ലോകപ്രശസ്തമായ സ്ഥലമാണ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമം വള്ളിക്കാവിലാണ്. വള്ളിക്കാവിനടുത്തൂടെയാണ് ഞാനിപ്പോൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരുപാട് കഥകൾ നമുക്ക് ആദ്യം കേൾക്കാം. ഇവിടുത്തെ കഥകളും കാഴ്ചകളും നിങ്ങളൊന്ന് കണ്ടുവരൂ. ഞാൻ ഉറപ്പ് തരാം, ഇന്നത്തെ എപ്പിസോഡ് കുട്ടികൾക്ക് ഏതെങ്കിലും ഡയറിയിൽ കുറിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ ഞാനിനി ഒന്ന് ഡ്രൈവ് ചെയ്തോട്ടെ, വെയിറ്റ് ചെയ്തോളൂ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വിശേഷങ്ങൾക്കായി. അപ്പോഴേ ശരിക്കും ഈ ഹൗസ് ബോട്ടിന്റെ യഥാർത്ഥ ഡ്രൈവർ ദേ ഇരിപ്പുണ്ട്. എന്താ ചേട്ടാ പേര്? സുനിൽ. അപ്പോൾ സുനിൽ, നമ്മൾ ഇതിന്റെ പ്രൊപ്പറേറ്റർ പ്രഭ അല്ലേ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് വരുമോ? പെട്ടെന്നൊന്ന് വിളിച്ചിട്ട് വാ. ഓ എന്താ രസം ഈ വെള്ളത്തിൽ. വരുന്നുണ്ടോ? എന്നാ പിന്നെ കുറച്ചു നേരം ഓടിക്കാവോ? ഞാൻ ഓടിച്ച് തളർന്നു. ആ ഇതിൻ്റെ ഈ കരുനാഗപ്പള്ളിൻ്റെ ഈ ബോട്ടിൻ്റെ ഓണറായി വരുന്നത്. ഇവിടെയായി ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ നമ്മുടെ വിശേഷങ്ങൾ. ഹലോ, കമാൺ, വരൂ, ഇരിക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ അനുപമ ഹൗസ് ബോട്ടിൻ്റെ അകത്താണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം എന്താ ഇരിക്കുന്ന ഈ സുന്ദരനായ ഈ മനുഷ്യനാണ് ഈ അനുപമയുടെ ഓണർ. അനുപമയുടെ അച്ഛനും കൂടെ അല്ലേ? അതെ, മോളുടെ പേരല്ലേ ഇതിനിട്ടിരിക്കണേ? എൻ്റെ മോളുടെ പേരാണ് അനുപമ. ഓക്കെ, എങ്ങനെയായിരുന്നു ഇവിടെ കരുനാഗപ്പള്ളിയിൽ ബാക്ക് വാട്ടർ ടൂറിസം ഉണ്ടെന്ന് സത്യത്തിൽ ഞാൻ അറിയുന്നത് പോലും ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ബോട്ട് തുടങ്ങാനൊക്കെ ഉണ്ടായ കാര്യം? സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ഈ ആലിൻകടവ്, ഈ കരുനാഗപ്പള്ളി ആലിൻകടവിലാണ്. എല്ലാരും മറന്നുപോയൊരു കാര്യമാണ്. കരുനാഗപ്പള്ളിയിലാണോ? അതെ, കേരളത്തിലെ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ആലപ്പുഴ എന്നാണ്. അല്ലല്ല, ഒരിക്കലും അല്ല. നമ്മുടെ കരുനാഗപ്പള്ളി ആലിൻകടവിലാണ് 1987 ഹൗസ് ബോട്ട് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. 87. ഓ, അപ്പൊ ഈ മറ്റേ പ്രേം നസീറിന്റെ നദി എന്ന് പറഞ്ഞ സിനിമയിൽ അത് കെട്ടുവെള്ളമായിരുന്നു. അതൊക്കെ കെട്ടുവെള്ളമാണ്. പക്ഷെ ഈ ആലിൻകടവിൽ ആലിൻകടവ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കരുനാഗപ്പള്ളിക്കാരാണെങ്കിലും നമ്മൾ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഈ ടൂറിസം. അന്നുകൊണ്ട് 25ഓളം വള്ളങ്ങൾ, ഹൗസ് ബോട്ടുകൾ നമ്മുടെ ഈ ആലിൻകടവിൽ ട്രിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഭയങ്കര ഇൻഫർമേഷൻ ആയി പറഞ്ഞു. അത് ആദ്യമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടാകുന്നത് കരുനാഗപ്പള്ളി ആലിൻകടവിലാണ്. പക്ഷെ പിന്നീട് ഇത് ഭൂപടത്തുനിന്ന് പാഞ്ഞു പോയി. നമ്മുടെ ആലിൻകടവും പോയി, കരുനാഗപ്പള്ളിയും പേരേ പോയി. ഞാൻ വരുമ്പോൾ എനിക്ക് നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഉണ്ടായത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ ചേട്ടൻ തന്നെയാണ് എനിക്ക് ഈ വള്ളവും ഉണ്ടാക്കി തന്നത്. ആ ചേട്ടൻ എനിക്ക്, അതെ, ആ ചേട്ടൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഇവിടെയുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ സത്യത്തില് നമ്മള് ഇന്ന് ഒരു ചരിത്രം പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രം തന്നെയാണ്. കാരണം ഇന്ന് എത്രയോ 1200 ബോട്ടുകളാണ് ആലപ്പുഴയിൽ ഓടുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഉണ്ടാവാനുള്ള കാരണം പിന്നെ അതാണ് അദ്ദേഹം നമ്മളിവിടെ നമുക്ക് പരിചയപ്പെടാം. സംസാരിക്കാം തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ ഈ ഇപ്പോ കരുനാഗപ്പള്ളിയുടെ ആലിൻകടവ് ഇവിടെ എന്തൊക്കെയാണ് ഈ ഹൗസ് ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നല്ല കാഴ്ചകളാണ്? ഇവിടെ രണ്ട് സൈഡും കായലിന്റെ ഭംഗിയും എത്ര ഇതൊക്കെ നോക്കി എന്താ ഭംഗിയാ അത് കാണാൻ. നമ്മൾ ഒരു സൈഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലമ്പലം,
കാട്ടിൽ ക്ഷേത്രം ഫേമസ് ആണ്. അവിടെ ആ ഭാഗം പോവാം. കൊല്ലം റൂട്ടാണ്. തിരിച്ച് നമ്മൾ ആലപ്പുഴ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ അമൃതപുരി. വളരെ മനോഹരം. കാരണം ആലപ്പുഴ അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഇത് തന്നെയാണ് മനോഹരം. അപ്പം പിന്നെ ഇവിടെ ഇതിന്റെ ഒരു ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഹൗസ് ബോട്ടിൽ താമസിക്കാൻ എത്ര 24 മണിക്കൂറാണോ? ഇല്ല, നമ്മൾ വൈകുന്നേരം 5 മണിക്ക് ശേഷം നമ്മൾ യാത്ര ഓടില്ല. ഹാൾട്ടിങ് ആണ്. നമ്മൾ ആലങ്കടയിൽ തന്നെ ഹാൾട്ട് ചെയ്യും. രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് യാത്രയ്ക്ക്. പിന്നെ AC റൂം, 2 AC റൂമുണ്ട്. ഗസ്റ്റിന് സദ്യ, വിഭവസമൃദ്ധമായ സദ്യയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലയിൽ തന്നെയാണ് സദ്യ. നമ്മൾ ഇലയിൽ തന്നെ സദ്യ വിളമ്പും. കരിമീൻ ഫ്രൈയോട് കൂടിയുള്ള സദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രഭചേട്ടാ, അപ്പൊ നമ്മുടെ ഈ ഫാദർ ഓഫ് ഹൗസ് ബോട്ടില്ലേ, അദ്ദേഹത്തെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ചേട്ടൻ പോയിട്ട് നമ്മുടെ ആ ഷെഫ് ചേട്ടനെ ഒന്ന് റെഡിയാക്കും. തീർച്ചയായിട്ടും. ഇതാണ് ഞങ്ങ പറഞ്ഞ ആ മനുഷ്യൻ. കേരളത്തിലെ ഹൗസ് ബോട്ട് എന്ന് പറയുന്ന ഇത്രയും വലിയ ലോകപ്രശസ്തമായ ഒരു സമ്പ്രദായം ഉണ്ടായത് ഈ മനുഷ്യൻ കാരണം. നമുക്ക് അതിന്റെ കഥ അറിയാം. സാധാരണ മനുഷ്യനൊന്നല്ല. ചേട്ടന്റെ പേര്? എന്റെ പേര് കിഷോർ. ഇതെങ്ങനെയാണ് ചേട്ടന് ഹൗസ് ബോട്ട് നിർമ്മിക്കണം ആശയം തോന്നിയത്? ഒരു ടൂർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പറേറ്റർ ഉണ്ട്, ബാബു വർഗീസ്. പുള്ളിയുടെ ഐഡിയയാണ്. പുള്ളി ഐഡിയ ആയിട്ട് വരുന്നത്. അത് ആ പുള്ളിയുടെ ഐഡിയ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഞങ്ങൾ അല്ലല്ല, ഞാൻ ഇലക്ട്രിക്കലാണ്. പക്ഷേ എൻ്റെ പ്രൊഫഷണൽ ഇതല്ല. എങ്കിൽ തന്നെ എനിക്ക് ഗ്രാസ്പിംഗ് പറയും, ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അത് ചെയ്യാൻ പറ്റും. അതേപോലെ എനിക്ക് അതിനകത്ത് ജനറൽ നോളജ് ഉണ്ടാവും. ഒരു ടെക്നിക്കലായിട്ട് എനിക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ട്. അങ്ങനെ ആദ്യത്തെ ഹൗസ് ബോട്ട് ഞങ്ങൾ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സുമംഗലി എന്ന് പറഞ്ഞ ഒരു ഹൗസ് ബോട്ട്. അപ്പോ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷം. ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലയോ, അതിന്റെ സന്തോഷം. ചേട്ടാ, എപ്പോഴായിരുന്നാലും നല്ല കലാകാരന്മാരെയും നല്ല ആശയമുള്ളവരെയും എന്നെങ്കിലും ഒരിക്കലും ആദരിക്കപ്പെടും. അതിന്റെ തെളിവായി ഇന്ന് ഞങ്ങളുടെ ഈ വരവ് കൗമുദി ടിവിയുടെ. ചേട്ടൻ കൗമുദി ടിവിയിലൂടെ ലോകത്തിൽ വീണ്ടും അറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ചേട്ടാ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങളാണ് കണ്ടത്. ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ ഇതിന്റെ കിച്ചണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അടിപൊളി അല്ലേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ അറിവിന്റെ നിറകുടമായിട്ടുള്ള ചേട്ടൻ. ചേട്ടന്റെ പേര് മോഹനംപിള്ള ചേട്ടൻ. മോഹനംപിള്ള ചേട്ടനാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഈ കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സഞ്ചാരികൾക്കെല്ലാം അതിനേക്കാളും എന്താണ് ഒരു ഉത്സവത്തോടുകൂടി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചേട്ടൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ കരിമീൻ പപ്പാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കരിമീൻ മപ്പാസ്. അത് കൊള്ളാലോ. സാധാരണ നമ്മള് കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ കറി, കരിമീൻ പൊരിച്ചത്. പക്ഷെ കരിമീൻ മപ്പാസ്. പപ്പാസോ? അയ്യോ, അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ മപ്പാസ് എന്നായിട്ടെ. പപ്പാസ് അല്ലേ? കരിമീൻ പപ്പാസ്. അപ്പൊ ഇതിന് കരിമീൻ പപ്പാസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അതിന്റെ ഐറ്റങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇത് ഇഞ്ചി, മഞ്ഞപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, പേപ്പർ, ഗാർലിക്, ടൊമാറ്റോ, ചില്ലി പൗഡർ, സോൾട്ട്, മല്ലിപ്പൊടി, കടുക്, ഉള്ളി, തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ, പിന്നെ നല്ല കരിമീൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. സ്റ്റൗവിന് തീ കൊടുത്തു കഴിഞ്ഞു. ഇനി ആദ്യം എന്താണോ എന്ന് നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാണ്. ഒരു 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. കടുക് ഇടണം. ആദ്യം കടുക് വറക്കില്ല. അത് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. വെളുത്തുള്ളിയാണ്. ആദ്യം വെളുത്തുള്ളിയല്ലേ? സാധാരണ കടുക് വറക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ചേർക്കണം. വെളുത്തുള്ളി ചുവപ്പാവണം. ചുവന്ന കളറിൽ വെളുത്തുള്ളി വരണം അല്ലേ? ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്. വളരെ എന്താണ്, എങ്ങനെ ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ്. പച്ചമുളക് എത്രയാണ് കേട്ടോ? 4 പച്ചമുളക്. 4 പച്ചമുളക് നെടുകെ കീറിയതിട്ടു. കറിവേപ്പില ചേർക്കണം. സവാള ചേർക്കുന്നുണ്ട്. ഇത് ഒരു ചുവപ്പ് നിറമായി. വെളുത്തുള്ളി പറഞ്ഞതുപോലെ ഒന്ന് ചുവന്നു വന്നു. നന്നായിട്ട് വഴറ്റിയിടണം. ഈ സവാള എന്ത് കളറാണോ? ബ്രൗൺ കളർ, ചെറിയ ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ. ഒന്ന് വഴറ്റി എടുക്കണം. ഈ മപ്പാസ് എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വലിയ കൗതുകമായി. മപ്പാസ് എന്ന് പറഞ്ഞ പേര് ആരായിരിക്കും കിട്ടുന്നത്?
എങ്ങനെയാണ് ഇതിന് മപ്പാസ് എന്ന പേര് വന്നത്? ഓക്കെ, അതൊരു കോമൺ പേരാണ്. പപ്പാസ് കരിമീൻ മസാല എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറായിരിക്കും. കരിമീൻ മസാല എന്ന് പറയും. പപ്പാസ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളർ വരത്തില്ല, ഒരു മീഡിയം ഒരു യെല്ലോയും ചുവപ്പും കൂടെ ചേർന്നൊരു കളറുണ്ടല്ലോ, ആ കളർ കൊണ്ടാണ് പപ്പാസ് എന്ന് പറയുന്നത്. അത് ടേസ്റ്റും വ്യത്യാസം വരും. ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. പപ്പാസിന്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. അത് ലാസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വ്യത്യാസം ഒന്ന്. അപ്പോഴേക്ക് കുറെ ടൂറിസ്റ്റുകളെ കൊണ്ട് കുറേ സായിപ്പന്മാരൊക്കെ ആയിട്ട് ഒരു ബോട്ട് അങ്ങനെ പോകണുണ്ട്. ശകലം ഉപ്പിടുകയാണ്. ഫിഷ് ഇതിലോട്ട് നമ്മൾ ചട്ടിയിലോട്ട് എത്തിച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർത്തു. അപ്പോ ഇനി അടുത്ത് മഞ്ഞപ്പൊടി ഇടുകയാണ്. ഉള്ളി ഒരു ഗോൾഡൻ കളറായി, ഒരു ചെറുതായിട്ട് കളർ ചേഞ്ച് ആയതേ ഉള്ളൂ, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും 1/4 ടീസ്പൂൺ, ഒരു നമ്മുടെ സ്പൂണിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനും കൂടെ ചേട്ടനെ സഹായിക്കുന്നുണ്ട്. മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ. ശകലം മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണോ? കാശ്മീരി. അപ്പോൾ ഒന്ന് ചുവപ്പ് നിറമായി. നമ്മുടെ ഫസ്റ്റ് പാല്, ഒന്നാം പാല് ചേർക്കുക. സെക്കൻഡ്. രണ്ടാം പാല് ചേർക്കുക. ഒഴിക്കട്ടെ, ഒഴിച്ചോളൂ. അപ്പൊ ഇപ്പോ ഈ ഹൗസ് ബോട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്നിട്ടാ ഈ നമ്മള് പാചകം ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും ഹൗസ് ബോട്ടിൽ നല്ല കിച്ചണൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുടംപുളി ഇടുകയാണ്. ഇതാണ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഈ കുടംപുളിയായല്ലേ? കുടംപുളിയാണ് എല്ലാ കറിക്കും ടേസ്റ്റ്. എല്ലാ കറിക്കും ഈ പപ്പാസിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു കളറായി. അതിന്റെ കളർ സത്യത്തിൽ ചേഞ്ച് ആയി വന്നിട്ടുണ്ടല്ലേ? ഒരു ചുവപ്പൊന്നുമല്ല, നമ്മൾ മുളക് പൊടി ചേർത്തെങ്കിലും ഒരു ചുവന്ന കളറൊന്നുമല്ല, ഒരു ഡാർക്ക് യെല്ലോ കളറാണ് വന്നത്. അങ്ങനെ നമ്മുടെ താരങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് പപ്പാസിലേക്കായിട്ട്. നമ്മുടെ കരിമീൻ, വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, സാധാരണ കരിമീന്റെ ബോഡീനെ ഇങ്ങനെ കത്തി കൊണ്ട് വരയുക, പക്ഷെ ഇതിലങ്ങനെ വരഞ്ഞിട്ടില്ല. അത് മുഴുവനെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പപ്പാസിന്റെ പ്രിപ്പറേഷന്റെ സ്റ്റൈലാണ് കേട്ടോ അത്. ഇതൊരു അരവേവാണ് ഇതിന് വേണ്ടതെന്നാ പറഞ്ഞത് അല്ലേ? ഒരു മുക്കാ വേവ് അല്ലേ? അത് മതി. കരിമീൻ അപ്പൊ തന്നെ അത് റെഡിയാവും. നമ്മള് കരിമീൻ ഒരുപാട് വേവുള്ള മീനല്ല. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റ് അടച്ചാണ്. ഇത് എത്ര സമയം അടച്ചു വെക്കണം? ഇപ്പൊ തിരിച്ചിടണം മീന്. അതിന് എത്ര സമയം വരെ? 2-3 മിനിറ്റ് മതി. 2-3 മിനിറ്റ്. ആവി അടിക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. അതാ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഇതിപ്പോ മറിച്ചിടാൻ വേണ്ടിട്ട് ഈ മൂടി തുറക്കാൻ പോകണം. അപ്പൊ ഇതിന്റെ ആവി അടിക്കുമ്പോൾ ഒരു മണം വരും, നോക്കിക്കോളാൻ പറഞ്ഞു. ചില മസാലയുടെ ഒക്കെ മണം അടിക്കുമ്പോഴേ അത്യാവശ്യം അസിഡിറ്റി ഉള്ളവർക്കൊക്കെ പെട്ടെന്നൊരു അയ്യോ എന്നൊക്കെ തോന്നും. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മണം, ആ മണം തന്നെ ആ രുചിയെന്നും ഞാൻ വിചാരിക്കണം. തിരിച്ചിട്ടു. തക്കാളി ടൊമാറ്റോ ഇടുകയാണ്. തക്കാളി ഇങ്ങനെ അതിന്റെ സീഡ് ഇല്ലാതെ തക്കാളിന്റെ സ്കിന്ന് മാത്രം എടുത്തിട്ടാണ് ഇടുന്നത്. അടുത്ത് എവിടെയോ ഇടത്ത് ഉത്സവം നടക്കുന്നുണ്ട്. അമ്പലത്തിലെ പാട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഉപ്പിടുകയാണ്. ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ്. ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഉപ്പിട്ടു. കുരുമുളക് പൊടി ഇടുകയാണ്. കുരുമുളക് പൊടി ആണ് എരിവ്. ശരിക്കും ഇതിന്റെ എരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. മറ്റേ നമ്മൾ ചേർത്ത ഈ കാശ്മീരി അത് കളറിന് വേണ്ടി മാത്രമാണ് ആഡ് ചെയ്തത്. അതിന്റെ ഒരു എരിവ് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. വീണ്ടും അതിനെ അടച്ചു വെച്ചു. ഇനി എത്ര സമയത്ത് അടച്ചു വെക്കണം? 2 മിനിറ്റ്. പേടിക്കണ്ട, ബ്രേക്ക് ഒന്നുമില്ല. നമുക്ക് 2 മിനിറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ് കൊണ്ട് ഇപ്പം അങ്ങ് പോകും. കുരുമുളകിന്റെയും കൂടെ ഒരു മണം വന്നു. അടിപൊളി, ഗംഭീരം. അപ്പൊ ഇനി എന്താ ചെയ്യണം? ഒന്നാം പാല് ചേർക്കാം. അപ്പോ സത്യത്തിൽ ഒരു അരത്തേങ്ങയുടെ ഒന്നാം പാല് മതി. അതിനെ ഒന്നിങ്ങനെ കറക്കിയൊക്കെ എടുത്ത് ഒന്നുകൂടെ അടച്ചു വെക്കുക. 1 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് റെഡിയായി.
ഇനി ഒരു സെക്കൻഡിന്ന് ഒരു എന്താണ് ഒരു നമ്മൾ മലയാളികൾ പറയും പോലെ ഒരു ശകലം കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 കിലോമീറ്റർ പോകും പോലെ കുറച്ച് നേരം ഇനി ഒന്ന് അടച്ച് ആ ആവി ഒന്ന് നിറയുമ്പോൾ ഇതെടുക്കാം. ഇത് തയ്യാറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് നല്ല സ്മെല്ല് അടിക്കുന്നത്. വീണ്ടും ഒരു സ്മെല്ല് വരുന്നത് ഈ ചേട്ടൻ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഒരു മണമാണ്. വീണ്ടും ഇത് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. നോക്കിക്കോളാൻ പറഞ്ഞിരിക്കാം. വാ റെഡിയായി. നല്ല കൊഴുപ്പ് കളർ, നല്ല കളറല്ലേ? ശരിയാ, നന്നായിട്ട് കൊഴുത്ത് വന്നു. അതായത് ടേസ്റ്റ് നോക്കിയിട്ടില്ല, ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഈ ഭക്ഷണം ഒന്ന് കുറുകി വരാൻ, അതിലൊരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ ചോളത്തിന്റെ മാവ്, കോൺഫ്ലവർ ചേർക്കും. ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളെ തേങ്ങാപ്പാലും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നല്ല കുറുകി വന്നു. മണമാണെങ്കിൽ എക്സലന്റ് മണം. പിന്നെ കണ്ണുകൊണ്ട് കാണാനാണെങ്കിൽ ഭയങ്കര ചുവപ്പൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും എരിവില്ലാതെ കഴിക്കാൻ തോന്നും. ചിലർക്കൊന്നും എരിവ് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എത്രമാത്രം എരിവുണ്ടെന്നൊക്കെ. കാരണം ഞാനിത് ഭയങ്കര എക്സ്പെർട്ടായി. നമുക്കിതങ്ങ് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങളിന്ന് അറിഞ്ഞു. വേറൊരു കാര്യം കൂടെ നമ്മൾ ഇന്നല്ലേ അറിഞ്ഞത്. സത്യമായിട്ട് കരിമീൻ പപ്പാസ് ആദ്യമായിട്ടല്ലേ കേൾക്കണേ. ഏതെങ്കിലും കുക്കറി ഷോയിൽ പപ്പാസ് നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണം ഈ ലോകത്ത് എവിടെയുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ ക്യാമറ എത്തിയിരിക്കും. അപ്പോൾ ഞാനിത് രുചിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടോളൂ, എന്നിട്ട് കൊതിയും വിട്ടോളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു രുചി എന്താണെന്ന് അറിയാം. ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചേട്ടനെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ അത് നിങ്ങൾ കണ്ടില്ല, ചേട്ടൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു കറക്റ്റാണ്, ഞാൻ ഉദ്ദേശിച്ച രുചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് എല്ലാം കൈയുടെ അളവാണ്, എനിക്ക് വേറെ ഒന്നുമല്ല, ആ ഒരു രുചി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കണക്ക് പറഞ്ഞെങ്കിലും ചേട്ടൻ്റെ ആ രുചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തൃപ്തനായിട്ട് നിൽക്കുക അല്ലേ? അല്ലേ, ആ ഉണ്ടാക്കി വെച്ച ആൾ ഇത്രയും സന്തോഷത്തോടെ പറയുമ്പോൾ അതിൻ്റെ രുചി ഉണ്ടാവും. അതുമല്ല, ഇപ്പോൾ ശരിക്കും വള്ളിക്കാവ് ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഹൗസ് ബോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന. ഒരിക്കലും എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഈ കരിമീൻ കഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ഒരുപാട് മുള്ളൊക്കെ ഉള്ളൊരു മീനാണ്. അതുകൊണ്ട് ഭയങ്കര സ്റ്റൈലൊന്നും കാണിക്കരുത്. മുള്ളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടേ കഴിക്കാവൂ. എൻ്റെ ചേട്ടാ, ഇതൊരു അത്ഭുത ടേസ്റ്റാണ് ചേട്ടാ. താങ്ക് യു. ഇത് പപ്പാസ് എന്നോ ഇത് എനിക്ക് എന്ത് പറയാൻ, ചേട്ടാ ഗംഭീരം, ചേട്ടാ ഗംഭീരം, അസല് ടേസ്റ്റ്. ഇത് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർക്ക് പോലും, നമ്മുടെ ഭയങ്കര എന്താണ് ഇൻഫാൻ്റ് ആയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വായിൽ വേണമെങ്കിൽ എടുത്ത് വെച്ച് കൊടുക്കാം. പിള്ളേർ വരെ ടേസ്റ്റ് ചെയ്ത് കഴിക്കും. അലിഞ്ഞു പോവുക ഒന്നാമത്തെ കാര്യം, അതിൻ്റെ വേഗ് പഞ്ഞി പോലെ ഇരിക്കണു. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം, നമ്മുടെ സകല മസാലയുടെ ടേസ്റ്റും അതിനകത്തുണ്ട്. കുടംപുളിയുടെ ടേസ്റ്റ് ഉണ്ട്, മുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒന്നും നമ്മളെ അമിതമായിട്ടൊന്നും നമ്മുടെ നാവിനെ ഭാരം ഏൽപ്പിക്കുന്നില്ല. എക്സലന്റ് ടേസ്റ്റ് ചേട്ടാ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു ചേട്ടാ. ചേട്ടാ അടിപൊളി ചേട്ടാ, ഗംഭീരം ചേട്ടാ. അപ്പോൾ ഈ മപ്പാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് കണ്ടതല്ലേ, ഒന്ന് വീട്ടിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ് കൂടെ വേണ്ടേ? റീക്യാപ്പ് കണ്ടോളൂ. അപ്പോൾ ഗംഭീരമായ ഒരു വിഭവം പരിചയപ്പെടുത്തി. ഒപ്പം ഹൗസ് ബോട്ടിലെ ചില നല്ല കഥകളും ചില ചരിത്രവും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇതുപോലുള്ള ഒരുപാട് കഥകളും നല്ല ഭക്ഷണത്തിൻ്റെ കഥകളുമായിട്ട് വീണ്ടും വരുന്നുണ്ട് അടുത്ത ആഴ്ച ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. അതുവരെ ടാറ്റ, ബൈ ബൈ.